ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം എഫക്റ്റ് കിട്ടുന്ന ഒരു അടിപൊളി സാധനം ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ കുറച്ചൊരു ആ, കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യാത്ര ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് പോയതല്ല, പെട്ടെന്ന് വരാൻ പറഞ്ഞു, അങ്ങനെ പോയി. അങ്ങനെ പോകുന്ന വഴിക്കാണ് അറിഞ്ഞത് നമ്മൾ പോകുന്നത് കുറച്ച് ദൂരത്തേക്കാണ്. അതായത് മലപ്പുറം വരെ ഒന്ന് പോകേണ്ടി വന്നു കേട്ടോ. കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ ഒന്ന് പോകേണ്ടി വന്നു. പ്ലാൻ ചെയ്തിട്ട് പോയത് അല്ലാത്തത് കാരണം തന്നെ ഞാൻ വലിയ എന്താ പറയുക സൺസ്ക്രീൻ യൂസ് ചെയ്യുക കയ്യിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കോഴിക്കോട് മുതൽ മലപ്പുറം വരെ, അതേപോലെ മലപ്പുറം മുതൽ കോഴിക്കോട് വരെ ഞാൻ വെയിൽ കൊണ്ടിട്ടാണ്, ടു വീലറിൻ്റെ മേലെയായിരുന്നു പോയത്. വെയിൽ കൊണ്ടിട്ടാണ് കേട്ടോ പോയതും വന്നതും. വെയിൽ എന്ന് പറഞ്ഞാൽ അപാര വെയിലായിരുന്നു. നമ്മുടെ ഫേസിലേക്ക് ഇങ്ങനെ ചൂട് ഇങ്ങനെ അടിക്കുക, ചുണ്ടിൻ്റെ മേലൊക്കെ ഇങ്ങനെ ചൂട് വന്ന് അടിച്ചിട്ട് നാവുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങനെ ആക്കൂലേ, അങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയാണ്. നാക്കിൽ നമുക്ക് ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റുക ഇത്രത്തോളം ചൂടാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ കൈയൊക്കെ മൊത്തത്തിൽ ടാൻ അടിച്ചു പോയി. മൊത്തത്തിൽ ടാൻ അടിച്ചു എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലെത്തിയ സമയത്തേക്ക് എന്നെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുകയാണ് ഇത് എന്ത് കോലാണ് എന്നുള്ളത്. അത്രത്തോളം ഞാൻ കരിഞ്ഞു പോയി. അപാര ചൂടാണ്. അന്ന് മലപ്പുറത്തേക്ക് ഭയങ്കര ചൂടായിരുന്നു. ശരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയമായിരുന്നു എന്ന് തോന്നുന്നത്. ആ സമയത്താണ് നമ്മൾ കോഴിക്കോട് നിന്ന് മലപ്പുറം വരെ ടു വീലറിൻ്റെ മേലെ പോയത്. അതും ഞാൻ ഹാഫായിട്ടുള്ള കൈ വരുന്ന ഒരു ചുരിദാർ, ഒരു ടോപ്പായിരുന്നു ഞാൻ ഇട്ടുള്ളത്. സാധാരണ ഞാൻ അല്ലെങ്കിൽ ഇത്ര വരെ അല്ലെങ്കിൽ ഈ ഒരു അത്രയും വരെയൊക്കെ ഉള്ള ടോപ്പാണ് ഞാൻ ഇടുക കേട്ടോ. അന്നാണെങ്കിൽ ഞാൻ ഏറ്റവും ചെറിയൊരു കൈയുള്ള ഒരു ചുരിദാർ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. കൈ ഈ കൈ പിന്നെ ഞാൻ ഷോൾ വെച്ചിട്ട് ഞാനിങ്ങനെ മറച്ച് വെച്ചു. പക്ഷേ ഈ കൈ എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം അത് കാരണം രണ്ട് കൈയും നല്ല രീതിക്ക് ടാൻ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഫേസും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഹെർബൽ ബോഡി വാഷ് പൗഡറാണ് കേട്ടോ. ശരിക്കും ഇതൊരു ബോഡി വാഷായിട്ടും അതേപോലെ തന്നെ ഒരു ബോഡി പാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ? അത് കാണണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അതൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എടുക്കുന്നത് നെല്ലിക്ക പൊടിയാണ്. ഡ്രൈ ആയിട്ടുള്ള നെല്ലിക്കേൻ്റെ പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതെടുക്കുക. നെല്ലിക്കേൻ്റെ പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിലേക്കും വളരെയധികം നല്ലതാണ്. നല്ലൊരു തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് ഹെയറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ. സ്കിന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളൊക്കെ ഇല്ലേ, പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നല്ലൊരു ബ്രൈറ്റൻ സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് കടലപ്പൊടിയാണ്. നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും കാര്യങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചുവപ്പ് പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എടുക്കുന്നത് സാൻഡൽവുഡ് പൗഡറും റോസ് പൗഡറുമാണ്. ഇതെനിക്ക് സാൻഡൽവുഡ് പൗഡറും റോസ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കായിട്ട് തന്നെ കിട്ടിയതാണ്. ഞാനിതൊരു പാക്ക് പർപ്പിളിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്ക് കുറച്ചെടുക്കാം. നിങ്ങൾ വേറെ വേറെയാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രയും എടുക്കാം. ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ എന്താ പറയുക ആര്യവേപ്പാണ് കേട്ടോ. ആര്യവേപ്പ് ഇതൊക്കെ ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചതാണ്. നമുക്ക് സോപ്പ് ഉണ്ടാക്കുന്നതിലേക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടി എളുപ്പമാണല്ലോ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഗുണങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ചൊറിച്ചിൽ, ഡ്രൈനെസ്, ചുവപ്പ് പാടൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഗ്രാന്യൂൾസാണ് കേട്ടോ. തരി തരിയാണ്. എനിക്ക് കുറച്ച് സ്ക്രബ്ബ് വേണം, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തുള്ളത്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള എന്താ പറയുക റോസ് പൗഡറിന് ഇതേപോലെ തന്നെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പം ഞാൻ എടുക്കുന്നത് തെച്ചിയാണ്. തെച്ചിയും അതേപോലെ തന്നെ രാമച്ചവും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. തെച്ചിപ്പൂവ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇഷ്യൂസ് മാറാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. രാമച്ച നമ്മുടെ സ്കിന്നിന് നല്ലൊരു തണുപ്പ് തരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ചന്ദനവും അതേപോലെ തന്നെയാണ്, നല്ലൊരു എന്താ പറയുക തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം.
കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ ഗോൾഡൻ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് ഓയിലോ ഏത് വേണം കോക്കനട്ട് ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്താണെന്നുള്ളത് കണ്ടില്ലേ. നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഒരുപാട് ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. നമ്മൾ എടുത്തിട്ടുള്ള എന്താ പറയുക, രാമച്ചത്തിൻ്റെ പൗഡറില്ലേ, അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. ചന്ദനാണെങ്കിലും നല്ലതാണ്. സ്കിന്നിന് നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒലീവ് ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണേൽ ചേർക്കാം കേട്ടോ. ഞാനത് എന്തിനാണ് ചേർത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനാണ്. നമ്മൾ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ ഇത് ഓൾറെഡി ഡ്രൈ സ്കിന്നായത് കാരണം ബോഡിയിലേക്ക് ഇടുന്ന സമയത്ത് എന്താ പറയുക, ഒന്നുകൂടി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആൽമണ്ട് ഓയിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇത്രയും മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിതൊരു ഹെർബൽ ബോഡി വാഷ് പൗഡറായിട്ടും അതേപോലെ തന്നെ ഫുൾ ബോഡിയിലും ഫേസിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ടാൻ റിമൂവിങ് പാക്കായിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കയ്യിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഇത് കയ്യിലിടുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നമ്മളിതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഇത് കയ്യിലിങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെക്കുക. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നോർമൽ വെള്ളമില്ലേ, വെള്ളത്തിൽ ഇതൊന്നിങ്ങനെ നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ക്രബും കൂടി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. ഫേസിലിടാം, എവിടെ വേണമെങ്കിലും ഫുൾ ബോഡിയിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹെർബൽ ബോഡി വാഷ് അല്ലെങ്കിൽ ടാൻ റിമൂവിങ് പാക്ക്, എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ ഇതിന്. ഓക്കെ, ഇത് അടിപൊളി എഫക്റ്റായിട്ടുള്ള അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൈയിലോ അല്ലെങ്കിൽ ഒരു കാലിലോ മാത്രമായിട്ട് ഇട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ. പിന്നെ ഇപ്പോൾ വേനലാണല്ലോ, വേനൽക്കാലത്ത് എന്ന് പറയുമ്പോൾ ചൂടുകുരുവിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരുപാട് ആളുകളുണ്ട്, പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. നമ്മുടെ ബോഡീനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ കയ്യിൽ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ, പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും കേട്ടോ. ഞാനിതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ള നോർമൽ പച്ചവെള്ളമാണ്. നിങ്ങൾക്കിനിപ്പോൾ എന്താ പറയുക, റോസ് വാട്ടറിലൊക്കെ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. നോർമൽ വെള്ളത്തിലാണെങ്കിലും റോസ് വാട്ടറിലാണെങ്കിലും, ഇനി അതല്ല എന്താ പറയുക, നമ്മുടെ പാല്, തൈര് ഇങ്ങനത്തേലൊക്കെ മിക്സ് ചെയ്യാം. പക്ഷെ എങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിലും ഇത് ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയണം. എന്നിട്ട് മാത്രം നിങ്ങൾ വലിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. ആദ്യം ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കയ്യിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് പോവാണേ. പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ടല്ലോ, ഓറഞ്ചിൻ്റെ പൗഡറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ എന്താ പറയുക, സ്ക്രബായിട്ടും ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ സ്ക്രബാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക, നമ്മളിത് ഇട്ടിട്ട് കുളിക്കുന്ന സമയത്തെ ജസ്റ്റ് എന്താ പറയുക, നല്ലൊരു സ്ക്രബിൻ്റെ എഫക്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണേ. എന്താണെന്നറിയാം, നമ്മളിപ്പോൾ ഭയങ്കര ബിസിയാണല്ലോ. കല്യാണം, ഉത്സവം, കല്യാണ കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം, കല്യാണ പെണ്ണിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാം. അങ്ങനെ അടിമുടി ബിസി ആയത് കാരണം എനിക്കിപ്പോൾ പകൽ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതാണ് വാസ്തവം. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ 2 കയ്യിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കാലിലിടാം, ഫുൾ ബോഡിയിലിടാം, ഫേസിലും എല്ലാ ഭാഗത്തും ഇട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് ഇടണമെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡിയിൽ ഇടാം. ഫേസിൽ ഞാൻ വേണമെങ്കിൽ ഒന്നാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാട്ടോ. ഇത് ഫേസിലെടുത്ത സമയത്തേ എന്താണെന്നറിയോ, നമ്മളിതിൽ ആര്യവേപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ചുണ്ടിലൊക്കെ എന്താ കയ്പ്പ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. കയ്പ്പ് കയ്പ്പ്
ഓക്കെ, അപ്പോൾ ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്കിയുള്ളത് ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അത് പുറമേ വെക്കണ്ട, വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിലേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യാനുസരണം റോസ് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ പച്ചവെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഫുൾ ബോഡിയിലും ഫേസിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കും ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമ്മൾ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ടൈറ്റ് ആവുന്ന ഒരു ഐറ്റം അല്ല. സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങണ്ട കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, വീഡിയോ ഓക്കെ. അപ്പോൾ ഞാൻ എന്താ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസ് ഉണ്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ മിന്നി മിന്നി കളിക്കുന്നത്. ഓക്കെ, എന്നാലും അത്ര വലിയ കുഴപ്പമില്ലല്ലോ. വെച്ചോക്കാലോ, വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് എന്തായാലും വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൈ കണ്ടോ, ഫേസ് ഡ്രൈ അല്ല, സ്കിന്നിപ്പോൾ കയ്യിൽ ഇട്ട ഭാഗങ്ങളൊന്നും ഡ്രൈ അല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ കൈ ആണെങ്കിലും ഫേസ് ആണെങ്കിലും ഒട്ടും ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പാക്കാണ് അല്ലെങ്കിൽ ഒരു ബോഡി വാഷാണ്. അപ്പോൾ നിങ്ങളിത് വീക്ക്ലി 1 ടൈം അല്ലെങ്കിൽ 2 ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എവിടെയാണോ ടാൻ ആയിട്ടിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുണ്ടാക്കി നോക്കുന്ന സമയത്ത് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി വെള്ളമല്ല, പാലോ തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടറോ എന്ത് തന്നെ മിക്സ് ചെയ്യാൻ എടുക്കുകയാണെങ്കിലും ഏത് രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫുൾ ബോഡിയിലോ ഫേസിലോ എവിടെയാണെങ്കിലും ഇട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.